താഴേക്കിടയിലെ പ്രചാരണ പ്രവർത്തനത്തിൽ വന്ന പാളിച്ചയാണ് നെന്മാറയിലെ പരാജയത്തിന് കാരണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് നേതാവ്. നെന്മാറയിൽ DCC അധ്യക്ഷനെ തങ്കപ്പന്റെ പരാജയത്തിന് കാരണം താഴേക്കിടയിലെ പ്രചാരണം മോശമായതാണെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചക്രായി പറഞ്ഞു. 3 പഞ്ചായത്തുകളിൽ ലീഡുണ്ടായിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ലീഡ് ഗണ്യമായി കുറഞ്ഞു. വടവന്നൂർ, അയലൂർ, പുതുനഗരം പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ച ലീഡുണ്ടായില്ലെന്നും വിനോദ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ UDF അനുകൂലമായ വലിയൊരു തരംഗവും വലിയ മുന്നേറ്റവുമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലും നല്ല രീതിയിലുള്ള സീറ്റ് വർധനവ് UDF ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നെന്മാറ നിയോജക മണ്ഡലത്തിൽ UDF വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ UDF കണക്കുകൂട്ടലുകളിൽ പറ്റിയ പിശക് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഉദ്ദേശിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി പ്രാദേശിക വാദം വരെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രദേശവാസി എന്ന നിലയിൽ പ്രാദേശിക വാദം ഉയർത്തിക്കൊണ്ടുവന്ന് വരാൻ ശ്രമിച്ചതും UDF തിരിച്ചടിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളായ നെന്മാറ, അയലൂർ, വടവന്നൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ഉദ്ദേശിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തതാണ് പരാജയത്തിൻ്റെ ആദ്യപടി എന്ന വണ്ണം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുതലമട ഗ്രാമപഞ്ചായത്തിലും ഉദ്ദേശിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലും UDF ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ LDF പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പരാജയമായി UDF വിലയിരുത്തിയിട്ടുള്ള ആദ്യ റൗണ്ടിൽ. വരും നാളുകളിൽ സംഘടനാ വീഴ്ച ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ട് ആ വീഴ്ചകൾ തിരുത്തുവാൻ UDF നേതൃത്വം തയ്യാറായി മുന്നോട്ട്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട അപാകതകൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുവെങ്കിലും ആ അപാകതകളൊക്കെ തരണം ചെയ്യാൻ വേണ്ടി UDF കഴിഞ്ഞിട്ടുണ്ട്. കാരണം UDF ജില്ലയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രിയപ്പെട്ട തങ്കപ്പൻ. അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിന് തന്നെ കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിൽ ജനിച്ച ഒരാളാണ്. ഈ നിയോജകമണ്ഡലവുമായി നല്ല ബന്ധമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ നിരവധിയായ വിഷയങ്ങളിൽ, കർഷകരുടെ വിഷയങ്ങളിൽ ഉൾപ്പെടെ നിരവധിയായ സമരങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ജനങ്ങൾക്കറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു. ആ തരത്തിലൊരു വീഴ്ച ഉള്ളതായി UDF നേതൃത്വം കണക്കാക്കുന്നില്ല. മറിച്ച് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ചില പോരായ്മകൾ, സംഘടനാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വീഴ്ചകൾ വരുന്ന നാളുകളിൽ തിരുത്തി മുന്നോട്ട് പോകാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.